പൊന്നു പൗവത്തുമലയുടെ തിരുസന്നിധിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ പൊന്നു പൗവത്തുമല പെരുമ്പുളിക്കൽ ദേശത്തിൻ്റെ ഭക്തജനങ്ങളുടെയും ഒരു വികാരമാണ്. ഈ പടികൾ കയറി അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭഗവാൻ ശിവൻ്റെ ആസ്ഥാനമാണ്. പൊന്നു പൗവത്തുമലയെക്കുറിച്ച് പറയുമ്പോൾ ഈ നാടുമായിട്ട്, അതോടൊപ്പം ഈ നാട്ടിലെ ഒരു പ്രമുഖ കുടുംബമായ വരിക്കോലിൽ കുടുംബവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിലകൊള്ളുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യ കഥകളുമുണ്ട്. നമുക്കറിയാം, ഏതൊരു ചരിത്ര വസ്തുതയും ഒരു 300-400 വർഷത്തെ ചരിത്രരേഖകൾ അവശേഷിച്ചാണ് പോകുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചെന്നീർക്കര രാജവംശത്തെക്കുറിച്ചും കുന്നത്തുനാട്ടിലെ പണ്ടത്തെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന കുന്നത്തൂർ താലൂക്കിലെ ചെന്നീർക്കര രാജവംശത്തെക്കുറിച്ച് ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെന്നീർക്കര രാജവംശത്തിലെ ശക്തിഭദ്രൻ എന്ന് പറയുന്ന അഗാധ സംസ്കൃത പണ്ഡിതനും അതോടൊപ്പം തന്ത്രശാസ്ത്രത്തിൽ വളരെ പാണ്ഡിത്യമുള്ള രാജാക്കന്മാരുടെ ഒരു ശ്രേണിയിൽപ്പെട്ട ആ കുടുംബമായിട്ട് ഈ പെരുമ്പുളിക്കൽ നാടിന് ഒരു ബന്ധമുണ്ട്. 73 ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ പൊന്നു പൗവത്തുമലയുടെ സങ്കല്പം ശിവഭഗവാനാണ്. നൂറ്റവർക്കുടയനായ ശിവഭഗവാനെ കൗരവരുടെ ജ്യേഷ്ഠനായ ദുര്യോധനൻ എന്ന് നമ്മൾ വിളിക്കുന്ന ദുര്യോധനന് സുയോധനൻ എന്ന ഒരു പേരുകൂടിയുണ്ട്. സുയോധനനും അവരുടെ സഹോദരങ്ങളും ശിവഭഗവാനെ ആരാധിക്കുന്നതിനായിട്ട് ഈ മലയുടെ നെറുകയിൽ ശിവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു എന്നതാണ് സങ്കല്പം. നൂറ്റവർ ഈ മലയ്ക്ക് ചുറ്റും ഭക്തജനങ്ങൾക്ക് അദൃശ്യനായി എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഈ മലയടിവാരത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആശ്ചര്യ ചൂടാമണി എഴുതിയ ശക്തിഭദ്ര രാജാവ് ശങ്കരാചാര്യരുടെ സമകാലീനനായ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായ ജ്യോതിഭദ്രനും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വരിക്കോൽ കുടുംബത്തിലെ അംഗവുമായ പാർവതി അമ്മയുമായിട്ടുള്ള വിവാഹത്തിന് അനന്തരമാണ് ഈ പെരുമ്പുളിക്കൽ ദേശത്ത് ഈ ഭൂമി ക്ഷേത്രത്തിനും അതോടൊപ്പം പിന്തുടർച്ച അവകാശികൾക്കുമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ക്ഷേത്രവും പൗവത്തു മലനടയും ഈ ക്ഷേത്രവുമായി അനുബന്ധപ്പെട്ട താഴത്തുവീട്ടിൽ കളരിയും വിഷ്ണു ക്ഷേത്രവും അതോടൊപ്പം 75 വർഷത്തോളം പഴക്കമുള്ള 2 വിദ്യാലയങ്ങളും ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നൂറ്റവർക്കുടയനായ ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ കിരാതമൂർത്തിയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദുര്യോധനനും സഹോദരങ്ങളും സങ്കല്പിച്ച് ആരാധിക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാഗരാജാവിനെയും നാഗയക്ഷിയെയും ചിത്രകൂട സങ്കല്പത്തിലൂടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും 2008-ാം ആണ്ടിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നിരിക്കുന്നത്. പുത്തരിനേദ്യം അതോടൊപ്പം ആണ്ടുതോറും വിഷ്ണു ക്ഷേത്രത്തിലെ അഖണ്ഡനാമ ജപ യജ്ഞത്തിന് ശേഷമുള്ള ഘോഷയാത്ര, ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴുള്ള വിശേഷാൽ പൂജകൾ, എല്ലാ മലയാള മാസവും 3-ാം ശനിയാഴ്ച ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ മറ്റ് പല മലനട ദൈവങ്ങളെപ്പോലെ എല്ലാവരും മലനട അപ്പൂപ്പനെന്ന് വളരെ ഇഷ്ടത്തോടെ വിളിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പുത്തരിനേദ്യം എന്ന ഒരു വിശേഷാൽ ആണ്ടുതോറുമുള്ള ചടങ്ങുണ്ട്. പ്രതിഷ്ഠാ വാർഷികം, ഇങ്ങനെ വർഷത്തിൽ 3 ദിനങ്ങളിൽ മാത്രമാണ് വിശേഷാൽ ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിലുള്ളത്. അതോടൊപ്പം ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം എല്ലാ മലയാള മാസത്തെയും 3-ാം ശനിയാഴ്ച ഈ ക്ഷേത്രത്തിൽ പൂജകളുണ്ടായിരിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ മലർ നിവേദ്യം, പുത്തരിനേദ്യം, അതോടൊപ്പം സർപ്പദൈവങ്ങൾക്കുള്ള 100 പാലും, അർച്ചനകൾ, ജലധാര, ഇത്തരത്തിലുള്ള പൂജകളോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഭക്തജനങ്ങൾ പുറംമല എന്നറിയപ്പെടുന്ന ഊരാളിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടത്തുന്ന ഒരു ഭാഗം കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. അടുത്ത കാലത്ത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഒരു വ്യക്തിയുടെ പേര് ഇവിടെ ഓർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താഴത്തേതിൽ ശശീന്ദ്രൻ അവர்களுടെ വലിയൊരു
സമർപ്പണം ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഗോപുര നട മുതൽ ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പുകൾ വരെയുള്ള പാതയോരങ്ങൾ അതിമനോഹരമാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭഗവാനുള്ള സമർപ്പണമാണ്. പൗവത്തുമലയുടെയും അനുബന്ധ ക്ഷേത്രങ്ങളുടെയും താന്ത്രിക വിധി ചെയ്യുന്നത് പ്രശസ്തമായ ഇടപ്പോൺ ചെറുമുഖ ചേന്ദമംഗലത്ത് തന്ത്രി കുടുംബമാണ്. ഇപ്പോഴത്തെ തന്ത്രി ബ്രഹ്മശ്രീ CPS പരമേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് പൗവത്തുമലനടയിലെ എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. പൗവത്തുമലനടയെക്കുറിച്ചും അതോടൊപ്പം ഈ കുടുംബത്തിൻ്റെ ചരിത്ര വസ്തുതകളെക്കുറിച്ചും സമഗ്രമായിട്ടുള്ള പുസ്തകങ്ങളോ മറ്റൊന്നും ഇപ്പോൾ ലഭ്യമല്ല എങ്കിലും പ്രശസ്ത ചലച്ചിത്ര തിരക്കഥാകൃത്തായ ശ്രീമാൻ ബാബുജി നായർ എഴുതിയ ശക്തിഭദ്രൻ എന്ന ഒരു നോവൽ ലഭ്യമാണ്. ഇതിൽ ഈ നാടിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മുൻ മാനേജ്മെൻറ്റ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ K പത്മനാഭക്കുറുപ്പ് എഴുതിയ ഒരു ചെറിയ വരിക്കോലിൽ കുടുംബ ചരിത്രം എന്ന പുസ്തകത്തിലും ഈ പൗവത്തുമലനടയെക്കുറിച്ചും അതോടൊപ്പം ക്ഷേത്രനഗരത്തിൻ്റെ യക്ഷിക്കാവുകളെക്കുറിച്ചും സ്കൂളുകളെക്കുറിച്ചും ഉള്ള ഒരു ചെറു വിവരണം നൽകിയിട്ടുണ്ട്. പല ഭക്തജനങ്ങളും നമ്മുടെ ഈ അതിമനോഹരമായ പ്രദേശത്തെക്കുറിച്ചും നമ്മുടെ പൗവത്തുമലനടയെക്കുറിച്ചും ലോകമറിയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്ന് പറയുമ്പോഴും നമ്മുടെ ഈ നാട്ടുകാരും ഇതിൻ്റെ കമ്മിറ്റിക്കാരും പിന്നോട്ട് മാറാൻ കാരണം സ്വാഭാവിക രീതിയിലുള്ള ഒരു പ്രശസ്തി ആയിക്കോട്ടെ ഭഗവാന്റെ, അത്തരത്തിൽ പ്രതീക്ഷയെങ്കിലും പ്രകാശ് പന്തളം എന്ന പ്രകാശ് ഭായിയുടെ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ്റെ ഭഗവാന്റെ ഒരു ഭക്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് നമുക്ക് തള്ളിക്കളയാൻ സാധിച്ചില്ല. അദ്ദേഹം പൗവത്ത് അപ്പൂപ്പൻ്റെ ഒരു ഭക്തനാണ്. അപ്പോൾ ഭഗവാന്റെ ഈ പ്രദേശത്തെക്കുറിച്ച് കവർ ചെയ്യാൻ വന്ന പ്രകാശ് ഭായിയുടെ യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും. പൗവത്തുമല അപ്പൂപ്പൻ്റെ പ്രാർത്ഥനകൾ, പൗവത്തുമല അപ്പൂപ്പൻ്റെ കരുണാകടാക്ഷങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.